ഇപ്പോൾ സമയം രാവിലെ 8 മണിയായി. ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുകയാണേ. ശരിക്കും ഇന്നലെ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് പാക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പാലക്കാടേക്ക് വിടുകയാണ്. ഞങ്ങൾ രണ്ടുപേരും യാത്രകളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലാനിങ്ങും ഇങ്ങനെയാണ്. പോയാലോ എന്ന് ചേട്ടൻ ചോദിക്കും, പോകാമെന്ന് ഞാനും പറയും. ഉടനെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്നും നാളെയായിട്ട് ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. നേരെ പാലക്കാടെത്തി വരിക്കാശ്ശേരി മനയൊക്കെ കണ്ട് പിന്നെ ഡാമിലൊന്ന് പോയി തിരിച്ചു വരണം, അത്രയേ ഉള്ളൂ. ട്രിപ്പിന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ കംഫർട്ടാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അവനെ ഏത്തപ്പഴം മുട്ടയും പുഴുങ്ങിയത് ഞങ്ങൾ കൈ കരുതിയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴി കഴിക്കാൻ കയറിയപ്പം ആദ്യം കുഞ്ഞിനത് കൊടുത്തു. പിന്നെ കുറച്ച് പാലും അവന് ഫ്ലാസ്കിൽ കരുതിയിരുന്നു. പിന്നെ കാറിൻ്റെ പിൻസീറ്റിൽ അവന് വേണ്ട ബെഡ് പോലെ ഞങ്ങൾ സീത്തലോണയൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് കാറിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അത്യാവശ്യം നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് മഴയും ട്രാഫിക്കിലും പെട്ട് കുറച്ച് നേരം ഞങ്ങൾ ബുദ്ധിമുട്ടി. കുഞ്ഞുങ്ങളുമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ നമ്മളെപ്പോഴും അവരിഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളും സ്നാക്സും ആവശ്യത്തിന് വെള്ളമൊക്കെ കൈ കരുതുക. അപ്പം സ്നാക്സൊക്കെ കഴിച്ച് അവർ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അവർ നമ്മളെപ്പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അങ്കമാലി കഴിഞ്ഞ് ഇങ്ങോട്ട് റോഡ് വഴി നടക്കുന്നതുകൊണ്ട് മുരിങ്ങൂരും കൊരട്ടിയും ഒക്കെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികളുടെ നീണ്ട നിര ഇങ്ങനെ കാണാമായിരുന്നു. റോഡെല്ലാം നല്ല ശോചനീയ അവസ്ഥയിലാണ്. മഴയും കൂടി ആയതോടുകൂടി കുറേ നേരം ബ്ലോക്കിൽ കിടന്ന് ടൈം അങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ചുവന്നമണ്ണ് എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ നമുക്കിതുപോലൊരു ബ്രിഡ്ജ് കാണാം കേട്ടോ, ബ്ലൂ കളറിൽ. ഇത് ശരിക്കും ഒരു ബ്രിഡ്ജല്ല, അക്യുഡേറ്റ് ആണ്. പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാലാണിത് ശരിക്കും. അങ്ങനെ നമ്മൾ കുതിരാനെത്തി. അങ്ങനെ നമ്മൾ കുതിരാൻ മല ക്രോസ് ചെയ്യാൻ പോവാണ് ടണലിൽ കൂടി. ഈ ടണൽ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാലക്കാടിൻ്റെ ദൃശ്യഭംഗി തുടങ്ങുകയാണ് കേട്ടോ. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്തൊരു ഡിഫറൻസ് ആണല്ലേ. പാലക്കാട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിറയെ നെൽപ്പാടങ്ങളും മഞ്ഞ് പുതഞ്ഞു നിൽക്കുന്ന മലകളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളൊക്കെയാണ്. ചെറിയ റോഡ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിൻ്റെ രണ്ട് വശത്തും നിറയെ പച്ചപ്പാണ്. അതുപോലെ തന്നെ അപ്പൂപ്പന്മാരാണ് കേട്ടോ ഓരോ കടയിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ പണ്ട് ഗ്രാമീണ സിനിമകളിലൊക്കെ കാണില്ലേ ഇതുപോലുള്ള കാഴ്ചകൾ. എറണാകുളത്ത് നിന്ന് പാലക്കാട്ട് എത്തിയപ്പോൾ ഭയങ്കര ഒരു പീസ്ഫുള്ളായ പോലെ തോന്നി. ശരിക്കും നല്ല നിശബ്ദത, നല്ല റോഡും നല്ല പച്ചപ്പും, നല്ലൊരു യാത്രയാണ് നമുക്കിത് കൂടി. നമ്മളിനി നേരെ ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത്. വരിക്കാശ്ശേരി മന കാണാനാണ് ആദ്യത്തെ പ്ലാൻ. അങ്ങനെ 3 മണിക്കൂർ കണ്ടിന്യൂസ് യാത്ര കഴിഞ്ഞ് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. റോഡിൻ്റെ ഇരുവശത്തും നെൽപ്പാടങ്ങളായിട്ട് നല്ല മനോഹരമായൊരു സ്ഥലം. ഇതെവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒറ്റപ്പാലത്തിന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പോകുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ പാലങ്ങളുണ്ട് കേട്ടോ. ഭാരതപ്പുഴ അങ്ങനെ നിറഞ്ഞൊഴുകുന്ന കാണാം. മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഏകദേശം ഉച്ച ആവാറായിട്ടോ. കയ്യിലുണ്ടായിരുന്ന പാലൊക്കെ ചക്രിമോന് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ അവനൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ ഭക്ഷണശാലകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വീട്ടിലൂണ് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഒരു ബിരിയാണി പിന്നെ ഒരു പൊതിച്ചോറും വാങ്ങിച്ചു. അപ്പം വഴിയിൽ എവിടെയെങ്കിലും ട്രാഫിക് ഇല്ലാത്തൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നമുക്ക് കഴിക്കാമല്ലോ. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒറ്റപ്പാലത്തെത്തിയിട്ടോ. ഒറ്റപ്പാലം അത്യാവശ്യം ഒരു നല്ല ടൗണാണ്. അത്യാവശ്യം ഒരുവിധം എല്ലാ കടകളും ഒറ്റപ്പാലത്തുണ്ട്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരക്കില്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കി. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയും പൊതിച്ചോറും ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ പപ്പടവും വാങ്ങിച്ചിരുന്നു. പപ്പടവും അതുപോലെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടായിരുന്നു. അത് രണ്ടും കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിട്ടോ. എന്നിട്ടാണ് കഴിക്കുന്നത്. നല്ല ചോറും കറികളായിരുന്നു കേട്ടോ ആ വീട്ടിലെ ഊണിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. നന്നായിരുന്നു 2 ഫുഡ്. ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ പോണ റൂട്ടിലെ മനിശ്ശേരി എന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി മന. അപ്പോൾ അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മൾ എത്തി. മനയിലേക്ക് പോകുന്ന വഴി വളരെ ചെറിയൊരു റോഡാണ് കേട്ടോ. ആ റോഡിന് പല സ്ഥലത്തും നമുക്ക് അമ്പലങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ മലയാളികളുടെ സ്വന്തം വരിക്കാശ്ശേരി മനയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫീ ഇല്ല.
പിന്നെ കാർ പാർക്കിംഗ് നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ അകത്ത്. കേരള ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ച 3 നിലകളുള്ള ഒരു മനയാണ് വരിക്കാശ്ശേരി മന. മനയും അതിൻ്റെ അടുത്ത് ഗസ്റ്റ് ഹൗസും അതിൻ്റെ താഴെ അമ്പലം ഉണ്ട് കേട്ടോ. വരിക്കാശ്ശേരി ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഇത് പരിപാലിച്ച് പോരുന്നത്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് മാസാക്കിയ ക്യാരക്ടേഴ്സാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരിക. ഞാനാണ് കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളതെന്ന് ഇങ്ങനെ വന്നൊന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഫ്രണ്ട് ഡോറ് കാണുമ്പോൾ. മലയാളികൾക്ക് ആർക്കും ഇതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ മലയാള സിനിമയുടെ തറവാടെന്ന് വരിക്കാശ്ശേരി മനെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഫ്രണ്ടിലൊരു ചാരുകസേരയുണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ എല്ലാവരും തിരക്കാണ്. അത്യാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഈ മനയിലുള്ള ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നന്നായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട് ഇതെല്ലാം. ഈ മനയിലെ നടുമുറ്റം കാണുമ്പോൾ ചന്ദ്രോത്സവം സിനിമയിലെ താമരക്കുളം ആക്കിയത് ഓർമ്മ വരും. എന്ത് രസമല്ലേ താമരക്കുളം ആ സിനിമയിൽ കാണാനായിട്ട്. മാടമ്പി സിനിമയിലെ കല്യാണ കച്ചേരി എന്നൊരു സോങ് ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ നടുക്ക് തന്നെയാണ്. മനയുടെ അകത്തെല്ലാം നമുക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റും കേട്ടോ. അടുക്കളയും അന്ന് ഉപയോഗിച്ചിരുന്ന റൂമുകളും ഒക്കെ നന്നായിട്ട് തന്നെ പരിപാലിച്ചിട്ടുണ്ട്. അടുക്കളയിൽ തന്നെ ഒരു കിണറുണ്ട്. 2 സൈഡിൽ നിന്നും വെള്ളം കോരാൻ പറ്റുന്ന ടൈപ്പ് കിണറാണിത്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം പോകാനായിട്ട് ഒരു ഓവ് പോലെയുള്ള സെറ്റപ്പ് നമുക്കവിടെ കാണാം കേട്ടോ. ഞങ്ങൾ പിന്നെ അതെല്ലാം അവിടെ ചുറ്റി നടന്ന് കണ്ടു. മനയെല്ലാം കണ്ട ശേഷം പിന്നെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്കും പോയി. നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നുകൊണ്ട് പുറത്തെല്ലാം ചെളിയും വെള്ളമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു കോണിപ്പടി ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പുറത്ത് വലിയ വിസ്താരമുള്ള കോണിപ്പടി ഉണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നണം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. മുകളിൽ നിന്നും വരിക്കാശ്ശേരി മന കാണാൻ നല്ല രസമാണ് കേട്ടോ. മനയുടെ ബാക്ക് സൈഡിലായിട്ട് ക്യാൻറ്റീനും വാഷ്റൂമും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചുറ്റി നടന്ന് ഞങ്ങൾ കണ്ടു കേട്ടോ. പിന്നെ കുഞ്ഞിന് കൈ കരുതിയ ചോറും പപ്പടവും കാറിലിരുന്ന് കൊടുത്തു. ഉറക്കം എണീറ്റ് ഉടനെ കൊടുത്ത് ആശാൻ കഴിക്കില്ല. അതുകൊണ്ട് ഒന്ന് ചുറ്റി നടന്ന് ആളെ ഹാപ്പി ആക്കിയിട്ടാണ് പിന്നെ ഫുഡ് കൊടുത്തത്. അങ്ങനെ ഫുഡ് കൊടുത്ത് നേരെ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി ആയിട്ടുണ്ട്. നമുക്കിനി അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് ആയതുകൊണ്ട് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് നേരം നോക്കി കേട്ടോ റൂമൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത്. എല്ലാം ഫുള്ളാണെന്നാണ് പറയുന്നത്. അപ്പം നാളെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാം കാണാൻ പോകാനാണ്. മലമ്പുഴ ഡാമിൻ്റെ അടുത്തായിട്ടൊന്നും ഞങ്ങൾക്ക് റൂം അവൈലബിളായി കിട്ടിയില്ല. അങ്ങനെ മലമ്പുഴ ഡാമിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ റോയൽ റെസിഡൻസിയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. കുഞ്ഞവിടെയൊക്കെ ഓടിക്കളിക്കാൻ കേട്ടോ. ഇത്ര നേരം കാറിലിരുന്നിട്ട് ഓടിക്കളിക്കാൻ അവന് സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ അവൻ ഓടി നടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇനി നമ്മളൊന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്കാം. നാളെ നമുക്ക് മലമ്പുഴ ഡാം കാണാൻ പോവാം.